നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ടാരോട്ട് ലവ് എനർജീസിന്റെ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രണ്ടിൻ്റെയും ലിങ്ക് കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി കയറി നോക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. ഈ വ്യക്തി നിങ്ങളോട് പ്രധാനമായും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയിൽ നിന്നും കേൾക്കാൻ കൊതിച്ച കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട്. നമുക്കിവിടെ ഏറെ കൂടുതൽ ഇന്ന് ലഭിച്ചിരിക്കുന്ന എനർജിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെയാണ്. അത് കേവലം ഒരു സാധാരണമായിട്ടുള്ള ഒരു പോസിറ്റീവ് മാറ്റമല്ല, വളരെയധികം പ്രത്യേകതകളുള്ള പുതിയ തീരുമാനങ്ങളെയും പുതിയ എനർജിനെയും പുതിയ വ്യക്തികളെയും സൂചിപ്പിക്കുന്ന സന്ദേശങ്ങളാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം അതിയായി ഉയർന്നിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് ഒരു പ്രത്യേക സാഹചര്യം അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തിയിൽ വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നു. ഒരുപക്ഷെ മറ്റുള്ളവരെ കണ്ടിട്ടായിരിക്കണം, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കണം, നിങ്ങളുമായിട്ട് നിശബ്ദമായി ഇരിക്കുന്നതിൻ്റെ അത്രയും ആ ഒരു ആഘാതമായിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ മൗനം എന്ന് പറയുന്നത് അത്രയും അധികം മൂർച്ചയേറിയ ഒരു വാള് തന്നെയാണ്. നിങ്ങളുടെ മിണ്ടാതിരിക്കുന്ന ആ ഒരു സ്വഭാവ രീതിയും അതുപോലെ ഈ ഒരു പ്രണയബന്ധം നല്ല രീതിയിൽ ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിനുള്ള ഒരു നിരാശയും ദുഃഖവും ഈ വ്യക്തിയെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി എന്തുകൊണ്ടും നിങ്ങൾക്ക് നേരെയുള്ള ആ ഒരു സ്നേഹത്തിന്റെ പാനപാത്രം വെച്ച് നീട്ടുവാനായിട്ട് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ഒരു കോണ്ടാക്ട് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ വേണ്ടിയിട്ട് പല നിഗൂഢമായിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു നടന്ന ചില മോശപ്പെട്ട വ്യക്തികളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. സാധാരണ വായനകളിൽ അവരുടെ ഊർജം തീർച്ചയായിട്ടും കാണിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ വായനയിൽ നമുക്ക് അവരുടെ സാന്നിധ്യം യാതൊരു തരത്തിലും കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സന്ദേശം തന്നെയാണ്. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് വളരെയധികം ഇമോഷണൽ പരമായിട്ടും വികാര നിർഭയമായിട്ടും നിൽക്കുന്ന ഒരു രീതിയിലാണ് കാണപ്പെടുന്നത്. നിങ്ങളോട് എല്ലാ കാര്യവും തുറന്ന് സംസാരിക്കണമെന്നും അതിലൂടെ പല കാര്യങ്ങൾക്കും ഒത്തുതീർപ്പാക്കിയെടുക്കണമെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഉടനീളമായിട്ടുള്ള അല്ലെങ്കിൽ കുറേ നേരം നീണ്ടു നിൽക്കുന്ന ഒരു സംഭാഷണം നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നു. സംഭാഷണം വരിക എന്ന് പറയുന്നത് തീർത്തും ഒട്ടും തന്നെ പദ്ധതിയില്ലാത്ത രീതിയിലായിരിക്കും, അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഈ വ്യക്തിയും നിങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്നത്. ഇവിടെ ഏറെ കൂടുതൽ നിങ്ങൾ രണ്ടുപേരെയും അകറ്റിയിട്ടുള്ളത് സാഹചര്യങ്ങൾ തന്നെയാണ്. വളരെയധികം പ്രതികൂലമായ അങ്ങേയറ്റം പ്രശ്നമായിട്ടുള്ള സാഹചര്യങ്ങൾ. ആ സാഹചര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് റിസ്ക് പിടിച്ച കാര്യങ്ങൾ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. പലപ്പോഴും രണ്ടുപേരുടെയും അത്രയും പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ചുമൊക്കെയും നിങ്ങൾ പല കാര്യങ്ങളും നേരിട്ട് കാണാനും സംസാരിക്കാനും ഒന്നിക്കാനും ഒരുപാട് തയ്യാറെടുപ്പുകളും പരിശ്രമങ്ങളും റിസ്ക്കും എടുത്തിട്ടുള്ളതായി നമുക്കിവിടെ കാണാം. ആ സാഹസികതയൊന്നും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ വേണ്ട എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഊർജം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെയും നോക്കിക്കാണാനോ അവരുമായിട്ട് മുന്നോട്ട് ജീവിച്ചു പോകാനോ സാധ്യമാവില്ല എന്നുള്ള സത്യം. ആ സത്യം ഒരുപക്ഷെ
ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയൊക്കെയാണ് ഈ വ്യക്തിക്ക് അത് മനസ്സിലായിട്ടുള്ളത്. ഒരുപക്ഷെ ഒരുപാട് എതിർപ്പുകൾ വന്നപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് വെക്കാം എന്ന് വരെ തീരുമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നതായി നമുക്കിവിടെ കാണാം. പക്ഷേ എങ്കിൽ പോലും അതിൽ നിന്നുമൊക്കെ കരകയറി വളരെ മുന്നോട്ട് തന്നെ കുതിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ഉടനീളമായി ഈ വ്യക്തിക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഊർജമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ഏറെ കാലങ്ങളായി നിങ്ങൾ കാതോർത്ത് നിൽക്കുന്നവരാകാം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്നെങ്കിലും ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ വരികയും സന്തോഷകരമായ വാർത്തകൾ വരികയും എന്നുള്ള പ്രതീക്ഷയിൽ. അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സാഹചര്യമാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് തീർത്തും കാണാൻ സാധിക്കുന്നത് വളരെയധികം പോസിറ്റീവായുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ആ ഒരു പോസിറ്റീവായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പക്ഷേ ചിന്തിക്കാൻ പോലും അല്ലെങ്കിൽ പദ്ധതി ഉണ്ടാക്കാൻ പോലും ഊഹിക്കാൻ പോലും സാധിക്കാത്ത അത്രയും രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിക്ക് വന്നുപെട്ടിട്ടുള്ളത്. ഇവിടെ നല്ല രീതിയിൽ പ്രപഞ്ചശക്തി ഇടപെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എനർജിക്ക് വളരെയധികം മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി അത് മാത്രമല്ല, പല കാര്യങ്ങളിലും ഈ വ്യക്തി ഏർപ്പെട്ടിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും അതിൽ പൂർണ്ണത കൊണ്ടുവന്നിട്ടേ ഈ വ്യക്തി അവിടെ നിന്ന് മടങ്ങുകയുള്ളൂ എന്നുള്ള ഊർജമാണ് ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് വളരെയധികം കമ്മ്യൂണിക്കേഷന് വേണ്ടി ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വളരെയധികം വാശിയോടെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. ഇവിടെ ഇപ്പോൾ ആദ്യമൊക്കെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധമാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഒരു ബാധ്യതയായി തോന്നിയിരുന്നത്. കാരണം ഇതിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും കാരണം തന്നെ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും കുറേ തവണ പല സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് അനാവശ്യമായിട്ടുള്ള റീസൺസ് കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകലാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് മറ്റുള്ളവരാണ് ഇതിന് ഏറ്റവും കൂടുതൽ ബാധ്യത എന്നുള്ള സത്യമാണ്. അതായത് നിങ്ങളല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയമല്ല ഇവിടെ നെഗറ്റീവായി നിൽക്കുന്നത്, മറ്റു പലവരുമാണ് റിവേഴ്സ് എനർജിയിൽ നിൽക്കുന്നത് എന്നുള്ള സത്യവും യാഥാർത്ഥ്യവും ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഇവിടെ ഇത് നിങ്ങളുടെ പ്രാർത്ഥന അത്രയും അധികം ശക്തമായിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നു. അത്രയും അധികം നിലകൊള്ളുന്ന രീതിയിലാണ് ഈ ഊർജം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്കിവിടെ സന്തോഷകരമായിട്ട് പറയുവാനാണെങ്കിൽ ഇവിടെ വളരെയധികം നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഓർത്ത് കരയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇമോഷണൽ എനർജിയാണ് നമുക്കിന്ന് ഏറ്റവും കൂടുതലും ലഭിച്ചിട്ടുള്ളത്. അതിൽ യാതൊരു തരത്തിലുള്ള കലർപ്പും, അതായത് മറ്റ് പല വിഷാംശങ്ങളോ അല്ലെങ്കിൽ നിഗൂഢതകളോ ഇല്ല. വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു വികാരമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. തീർത്തും തേർഡ് പാർട്ടിയുടെ ഊർജം ഇന്ന് നമുക്ക് കാണാനേ സാധിക്കുന്നില്ല. ഒരുപക്ഷെ അത്രയും അധികം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളാണെങ്കിലും ഏറെ കാലങ്ങളായിട്ട് ഈ വ്യക്തിയുടെ ഈ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു അംഗീകാരം ലഭിക്കുന്നത്, നിങ്ങളുടെ പ്രണയം, ഇഷ്ടം ഇതൊക്കെ എപ്പോഴാണ് വിജയിക്കുന്നത് എന്നുള്ള ഒരു പോരാട്ടത്തിലാണ് നിങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പലവരും ഇതിൽ നിയമ പോരാട്ടം നടത്തുന്നവരാകാം, ഒന്നിച്ച് ജീവിക്കുവാൻ വേണ്ടി ഒരുപാട് പേരുമായി യുദ്ധം ചെയ്യുന്നവരാകാം. സ്വന്തം വീട്ടിൽ പോലും നിങ്ങൾ ഒരുപക്ഷെ താമസിക്കുന്നില്ലായിരിക്കാം. അത്രയും അധികം യാതൊരു തരത്തിലും ഒരു സാഹചര്യത്തിൽ നിന്ന് പോലും നിങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തളർത്തിക്കളയുന്നത്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ തളരാൻ തയ്യാറല്ല. എത്രമാത്രം ശക്തിയോടുകൂടി സവിശേഷതയോടുകൂടി എത്രമാത്രം ഉയർത്തി ഓടാൻ സാധിക്കുമോ അത്രയും നിങ്ങൾ ഉയരാൻ തയ്യാറാണ്. നിങ്ങൾക്കതിനുള്ള ഊർജമുണ്ട്, പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും തന്നെ യാതൊരു തരത്തിലും നിങ്ങൾ ചെവി കോർക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല, പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വ്യക്തി പതുക്കെ കൈകളിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹത്തിന്റെ പാനപാത്രം അത് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വിജയകരമായി എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക.
ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.